സമാധാനായിട്ട് ഇരിക്കി. വെറുതെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ച് വിൽക്കും വരും. കാര്യമായിട്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്ല, ഞാൻ നിങ്ങളോട് കാര്യം പറയുമ്പോ എന്താണ് ഈ താടിക്ക് കൈയും കൊടുത്തിരിക്കണേ? ദേ ഇങ്ങോട്ട് നോക്ക്, ഞാൻ പരിഹരിച്ചോളാം. ഓൻ ഇങ്ങോട്ട് വരട്ടെ. വരുമ്പോ ഞാൻ ഓനോട് ചോദിക്കൂ, ഡേ ശ്രീധര, അനക്ക് കായ് വേണോ കാല് വേണോന്ന്. കായ് വേണ്ടാന്ന് വെക്കുന്ന ഗുണ്ടകളൊന്നും ഇല്ല. കായ് എടുത്ത് ഒതുക്കും ഞാനത്. ആ എന്തൊരു ബഹളാണ് ഇവിടെ? അതെ, ഇതെന്താ സംഭവം? വാസുട്ടേട്ടാ, ഞാൻ ഓളെ തല്ലിയിട്ടില്ലാന്ന്. ശബ്ദം പുറത്തേക്ക് കേൾക്കേണ്ടത് പതുക്കെ പറഞ്ഞ വീടിന്റെ ഉള്ളിൽ രണ്ടാളല്ലേ ഉള്ളൂ. ഞാൻ ഓളെ തല്ലിയിട്ടില്ല, അതന്നെ. എന്താ നീ തല്ലിയില്ലേ? ഇല്ല, ഓൾ എന്റെ മുഖത്തൊക്കെ എടുത്ത് അങ്ങനെ ചൂണ്ടി. അപ്പൊ ഞാൻ തട്ടി മാറ്റി, അതന്നെ. ആ മാറ്റി, അതൊക്കെ മതിയല്ലോ. പക്ഷെ ആൾക്കാർ പറയണത് തല്ലിന്നാണ്. അത് ഓളയ്ക്ക് പൈസ തരാനുണ്ട്, അത് മറക്കാൻ വേണ്ടിട്ട് ഓള് കള്ളം പറയണതാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നാട്ടുകാർ ആകെ പറയണത് നീ അടിച്ചു എന്നാണ്. വാസുട്ടേ, ഓന്റെ കാല് കൊത്തും. ഇല്ല, ഓൻ ഇങ്ങോട്ട് വരട്ടെ. ഓൻ വരുമ്പോ ഞാൻ ചോദിക്കൂ, കായ് വേണോ കാല് വേണോന്ന്. ഓൻ ഇന്റെ കയ്യിൽ നിന്ന് കായ് മേടിച്ചോർന്ന് പോവും. അന്റെ നാടകടയിലോ കരിക്കല്ല ഓനവിടെ. ആ കോടാലിയാണോ ഓന്റെ? ശ്രീധരന് പൈസയുടെ ആവശ്യമില്ല. അവൻ കാല് മതി. അവന് എന്തെങ്കിലും കുഴപ്പം കാട്ടിട്ടുണ്ടെച്ചാ അപ്പൊ കാലാ കൊത്തുക. ഏട്ടാ, നിങ്ങൾ ഇവരെ ഇങ്ങനെ പേടിപ്പിക്കല്ലേ. ഈ നാട്ടില് പോലീസൊക്കെ ഇല്ലേ, നമുക്ക് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താലോ? ഇത് അതിനും വലിയ പൊട്ടിയാണ്. പോലീസിലൊക്കെ കേസിന് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം അവര് പിടിച്ചോണ്ട് പോകാ റസിയനാണ്. എന്തിന്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇജ്ജ് എന്ത് തെറ്റാ ചെയ്യാത്ത? ഇജ്ജിപ്പോ ചെയ്തതിനെ വലിയ തെറ്റല്ലേ? ആ കുറി നടത്താനാണെങ്കിൽ ലൈസൻസ് ഉണ്ടോ? ഒരു കുറി നടത്തുമ്പോ അതിന് ലൈസൻസ് വേണം. ആ ലൈസൻസ് വാങ്ങിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ലൈസൻസ് ഇല്ലേ? ആ ലൈസൻസ് ആകെ ഒരു ലൈസൻസ് ഉള്ള എന്റെ പീഡിയക്കാണ്. സ്വന്തമായിട്ട് ലൈസൻസ് ഇല്ലാത്ത കാരണം സ്കൂട്ടറും കൂടി എടുക്കാത്തത്. അല്ല, ഈ തുന്നപ്പൊടിയൊക്കെ ലൈസൻസ് വേണോ? പിന്നെ ഏത് പീഡിയക്കാണെങ്കിൽ ലൈസൻസ് വേണ്ടേ? അവൻ ഞാൻ ഇക്ക് ലൈസൻസ് ഒന്നുമില്ല. എനിക്ക് എന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എന്തിനാ ലൈസൻസ് ഉള്ളത്? നിങ്ങൾ രണ്ടാളും ഇപ്പൊ ലൈസൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. വാസുട്ടേട്ടാ, നിങ്ങൾ എന്തെങ്കിലും ഒരു മാർഗം പറയും. വഴിയൊന്നുമില്ല. എനിക്കറിയണ വഴി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരാഴ്ചക്കോ രണ്ടാഴ്ചക്കോ പുറത്തേക്ക് ഇറങ്ങണ്ട, അങ്ങനെ നോക്കുക. തടി വേറെ ഒരു മാർഗവും ഇല്ല. അത് ഞാൻ മൂപ്പരോട് പറഞ്ഞു. അപ്പണ്ട് ബഹളായി, വിക്കായി, എന്റെ മക്കിട്ട് കേറാ. ഈ കാര്യം പറഞ്ഞത് എന്തിനാ നീ വിൽക്കണ്? പിന്നെ അല്ലാണ്ട് ഞാൻ വിൽക്കാണ്ട് ഓൻ കൊണ്ടുവരുന്നൊക്കെ മേടിച്ചു വെക്ക്. എട ചെങ്ങായി, കാല് പോവില്ലേ? എന്താ അതിന്റെ ഗൗരവം കണക്ക് മനസ്സിലാവാത്തത്? ഇപ്പൊ നമ്മടെ ശാന്തല്ലേ? അല്ലടി, ആ കുമ്പിടി ശാന്തയുടെ ഭർത്താവിന്റെ കാല് പോയത് എങ്ങനെയാണ്? ഈ ശ്രീധരൻ വെട്ടിയതാണ്. അതിനുശേഷമാണ് അവൾ ഈ പരുവത്തിലായത്. അപ്പൊ അതുകൊണ്ട് പേടിക്കണം. രണ്ടാഴ്ച പുറത്തേക്കേ ഇറങ്ങണ്ട. ഇനി വേറൊരു കാര്യം, ഞങ്ങൾ വീട്ടിൽ ആണുങ്ങളില്ലാത്ത സമയത്താണ് ഈ പറയുന്ന ശ്രീധരൻ വരുന്നത് വെച്ചാൽ, മല്ലികേ, നീ എത്രയും പെട്ടെന്ന് എന്നെ ഫോൺ ചെയ്ത് അറിയിക്കണം. ഞാൻ ഈ പ്രദേശത്തേക്കേ വരില്ല. കാരണം പേടിക്കണേ. കാരണം അവന് പരീക്കുട്ടി വീട്ടിലില്ലെങ്കിൽ അവന് ഏതെങ്കിലും ഒരാളുടെ കാല് കിട്ടിയാൽ മതി, ഇടത്തെ കാല്. അത് പരീക്കുട്ടിയുടെ കാലായാലും കുഴപ്പമില്ല, കൂട്ടുകാരൻ്റെ കാലായാലും കുഴപ്പമില്ല. അല്ല, നിങ്ങളിപ്പോ ഇവരെ പേടിപ്പിക്കാൻ വന്നാണോ? എന്താ നമുക്കിപ്പോ ചെയ്യാൻ പറ്റുക? അത് തീരുമാനിക്കേ. ഇനിയിപ്പോൾ ഇതിൽ തീരുമാനിക്കാനൊന്നുമില്ലാന്ന്. ഞാൻ ആ പറഞ്ഞ പോലെ തന്നെ ചെയ്തോ, പുറത്തേക്കേ ഇറങ്ങണ്ട. പിന്നെ നിങ്ങൾ രണ്ടുപേരും ഇനിയുള്ള സമയം നല്ല സന്തോഷത്തോട് കൂടിയിട്ടും സമാധാനത്തോട് കൂടിയിട്ടൊക്കെ കഴിയുക. എപ്പോഴാ കാല് പോകണമെന്നൊന്നും പറയാൻ പറ്റില്ല. അല്ല, പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പിന്നെ ഒന്നും വരില്ല നമുക്ക് വിചാരിക്കാം. നമ്മളൊക്കെ ആണുങ്ങളല്ലേ, കൂട്ടുകാരല്ലേ, ഇവിടെ ഉണ്ടല്ലോ കേട്ടോ. സമാധാനമായിട്ടിരിക്കും. എന്നാ വരൂട്ടിയെ, ഞങ്ങൾ വേണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കട്ടോ. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം വന്ന ആരോടും പറയണ്ട. നിങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കി തീർക്കുക കേട്ടോ.